പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നമുക്കറിയാം, നമ്മളുടെ പ്ലേ സ്റ്റോർ ചില സുഹൃത്തുക്കൾ ചിലപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഉള്ള ഓഫ്ലൈൻ കാണിക്കും. നമുക്ക് ഒരു ആപ്ലിക്കേഷനും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇതുപോലെ ഓഫ്ലൈൻ കാണിച്ചുകൊണ്ട് ഇരിക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ കയ്യിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് തനിയെ തന്നെ അത് ക്ലിയർ ആക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഒരു ചെറിയ ട്രിക്കാണ് കേട്ടോ അത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കിടന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് ആ ട്രിക്ക് അല്ലെങ്കിൽ ആ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൻ്റെ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് താഴെ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഈ ജനറലിന് താഴെയായിട്ട് നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് ഓവർ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എല്ലാ ഫോണിലും സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്സ് അല്ലെങ്കിൽ ആപ്സ് ആൻഡ് പെർമിഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ആപ്സ് ഇത് OnePlusൻ്റെ ഫോണാണ്. ഇതിൽ ആപ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആപ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ക്ലിയർ ക്യാഷ്, ക്ലിയർ ഡാറ്റ ഈ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിനെന്ന വേറെ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ക്ലിയർ ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇതിപ്പോൾ നമുക്ക് ഏത് ആപ്പ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ, ഈ ഓഫ്ലൈൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ഓൺ ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഓഫ്ലൈൻ കാണിക്കും. അത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ മാത്രം മതി. ഇത്തരത്തിലുള്ള അറിവുകളുമായി അടുത്തെത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.